ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുട്ടയും ഉരുളക്കിഴങ്ങുമാണ്. ഇത് രണ്ടും കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൻ്റെ ഒക്കെ കൂടെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ രാവിലെ ഇടിപിടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല ചൂടുള്ള വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ കടുകൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിക്കിട്ടുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവാളയാണ്, ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോഴേ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്തിട്ടുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവില്ലാത്തതാണെങ്കിൽ നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. അപ്പോൾ ഇതും നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത മസാലകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉരുളക്കിഴങ്ങിൽ പിടിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ഒരു ചെറിയ സ്പേസ് നടുവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓയിൽ കുറവായതുകൊണ്ട് തന്നെ ഒരല്പം ഓയിൽ നമ്മൾക്ക് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 or 2 നിങ്ങളുടെ ഇഷ്ടപ്രകാരം എത്ര വേണമെങ്കിലും മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ്, ആ മുട്ടയിലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മുട്ടയിലും വെള്ളത്തിലും ഉപ്പുണ്ടാവും. അപ്പം അങ്ങനെ ചേർത്ത് കൊടുക്കണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആയി കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇളക്കിക്കൊണ്ടിരുന്നാലേ മുട്ടയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്തിപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ആയിക്കോട്ടെ, പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായാലും പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു സൈഡ് ഡിഷും കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും. ബൈ ഫ്രം സിനു ഷംസി.